നല്ല മഴ പെയ്യുന്ന ദിവസം വീട്ടിലിരിക്കാതെ എവിടെയെങ്കിലുമൊക്കെ ഒന്ന് പോയി വരണം എന്ന് കരുതി ഒരു പ്ലാനൊക്കെ ഉണ്ടാക്കി വെറുതെ ഇറങ്ങിയതാണ്. നമ്മൾ ജീവിക്കുന്ന ചുറ്റുവട്ടാരത്തിൽ തന്നെ നമ്മൾ പോവാത്ത സ്ഥലങ്ങളുണ്ട്. അതിന് ഇത്രത്തോളം സൗന്ദര്യമുണ്ട് എന്നൊക്കെ മനസ്സിലായ ഒരു ദിവസമാണെന്ന്. ഇന്ന സ്ഥലങ്ങളിലൊക്കെ ഒന്ന് പോകണം എന്ന് കരുതി ഇറങ്ങി അപ്രതീക്ഷിതമായി കാണാനിടവന്ന ഒരുപിടി മനോഹരമായ സ്ഥലങ്ങളാണ് ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത്. മഴ നനഞ്ഞ് കുതിർന്നു കിടക്കുന്ന വയനാടൻ ഗ്രാമപ്രദേശങ്ങൾ, പച്ചപ്പും ഹരിതാപമെല്ലാം സർവ്വസാധാരണമായി ഈ മഴക്കാലത്ത് നമ്മൾ കാണുന്നതാണെങ്കിലും ആദ്യമായി കാണുന്ന സ്ഥലങ്ങൾക്ക് ഒരൽപ്പം സൗന്ദര്യം കൂടുതലാണ്. വയനാട്ടിലെ നാട്ടിൻപുറ കാഴ്ചകളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ വയനാടിന്റെ ഒത്ത നടുക്കാണ് ഉള്ളത്. പനമരം എന്ന് പറഞ്ഞ സ്ഥലം. ഇവിടെ വയനാടിന്റെ ഏകദേശം മധ്യഭാഗമായിട്ട് വരും. ഇവിടുന്ന് വയനാടിന്റെ ഏത് ഭാഗത്തേക്ക് പോകാനും എളുപ്പമാണ്. ഞാൻ ഒരുപാട് പ്രാവശ്യം വന്നിട്ടുള്ള സ്ഥലമാണ്. ഇപ്പൊ ഞാൻ നിൽക്കുന്നത് പോലീസ് സ്റ്റേഷൻ ജംഗ്ഷനിൽ, അതായത് ഈ പാലത്തിന്റെ അടുത്തുള്ളത്. ഞാൻ മുമ്പ് വന്നപ്പോൾ ഒരു ബസ് വെയിറ്റിംഗ് ഷെഡ് പോലെ ഇല്ലായിരുന്നു. ഇന്ന് വന്നപ്പോൾ ഒരു ബസ് വെയിറ്റിംഗ് ഷെഡൊക്കെ ഉണ്ട്. നല്ല മഴയാണ്, രാവിലെ തൊട്ട് തുടങ്ങിയ മഴയായിരുന്നു. അപ്പോൾ നമുക്ക് ഇന്നത്തെ പ്ലാൻ എന്ന് പറയുന്നത് കുറച്ച് ഗ്രാമപ്രദേശങ്ങളിലൂടെ പോകണമെന്നുണ്ട്. അപ്പോൾ ഈ ചരിത്രം ഉറങ്ങുന്ന ഒരു സ്ഥലമാണ് ഈ പനമരം എന്ന് പറയുന്നത്. അപ്പോൾ ചരിത്രത്തിൻ്റെ വഴികൾ നമ്മൾ അന്വേഷിച്ച് ചെന്ന് കഴിഞ്ഞാൽ ചില ഗ്രാമപ്രദേശങ്ങളിലൊക്കെ പോകുന്നുണ്ട്. അപ്പോൾ മഴ എങ്ങനെ നോക്കട്ടെ, എന്തായാലും ഞാൻ പോകും. ഇപ്പോൾ കാലാവസ്ഥ മഴ ഒന്ന് ശമിക്കാൻ വേണ്ടി കാത്തു നിൽക്കുന്നു. കഴിഞ്ഞാൽ നേരെ പുറപ്പെട്ട് കുറച്ച് സ്ഥലങ്ങളിലൂടെയൊക്കെ പോകാനുണ്ട്. പനമരം ഒരു നാട്ടിൻപുറ പ്രദേശത്തുള്ള ചെറിയൊരു ടൗൺ മാത്രമാണ്. മാനന്തവാടിയിലേക്ക് പോകുന്ന പ്രധാന ഹൈവേയിലെ ചെറിയൊരു ടൗൺ. ഇത് മാനന്തവാടി സുൽത്താൻ ബത്തേരിയിൽ നിന്നൊക്കെ കുറച്ച് വ്യത്യാസമുള്ളൊരു ടൗണാണ്. കാരണം സുൽത്താൻ ബത്തേരിയും മാനന്തവാടിയും എല്ലാം സംസ്ഥാനത്തിൻ്റെ അതിർത്തി പട്ടണങ്ങളാണ്. പുറമേ നിന്നും ആളുകൾ സ്ഥിരം വരുന്ന സ്ഥലം. പക്ഷേ പനമരം വയനാടിൻ്റെ ഒത്ത നടുക്കാണുള്ളത്. അതുകൊണ്ട് തന്നെ ഈ പ്രദേശവാസികൾ തന്നെയാണ് ഈ ടൗണിൻ്റെ ഉപഭോക്താക്കൾ. പേരെടുത്ത് പറയത്തക്ക വിധം വലിയ വികസനങ്ങളൊന്നുമില്ല. ഇവിടുത്തെ പാലം പനമരത്തിൻ്റെ ഒരു മുഖമുദ്രയാണ്. ഇവിടെ ഇപ്പോൾ ഒരു പുതിയ പാലം കൂടെ നാടിന് സമർപ്പിച്ച് ഉദ്ഘാടനം കഴിഞ്ഞിട്ടുണ്ട്. അത് പനമരം ബത്തേരി റൂട്ടിലെ ചെറുപുഴ പാലമാണ്. മുമ്പ് ഒരു ഇടുങ്ങിയ പാലമായിരുന്നു, ഇപ്പോൾ ഇത്തിരി വീതിയൊക്കെ ഉള്ള ഒരു പാലമായി. കഴിഞ്ഞ മാർച്ച് 2026 മാർച്ച് 2 അന്നത്തെ പൊതുമരാമത്ത് വകുപ്പ് നിർമ്മിച്ചതാണ്. അന്നത്തെ പൊതുമരാമത്ത് ടൂറിസം വകുപ്പ് മന്ത്രി PM മുഹമ്മദ് റിയാസ് നാടിന് സമർപ്പിച്ചു. ഉദ്ഘാടനത്തിന് അന്ന് മുഖ്യാതിഥിയായി വയനാട് MP പ്രിയങ്ക ഗാന്ധിയൊക്കെ പങ്കെടുത്തിരുന്നു. പനമരം ഒരു ടൂറിസ്റ്റ് ഹബ്ബ് അല്ലെങ്കിലും ഒരുപാട് ചരിത്രം ഉറങ്ങുന്ന മണ്ണാണ്. പഴശ്ശി കാലഘട്ടങ്ങളിൽ ഇവിടെ ഒരു കോട്ട ഉണ്ടായിരുന്നു. പനമരം കോട്ട എന്നറിയപ്പെട്ടിരുന്നു. ബ്രിട്ടീഷുകാരുടെ നിയന്ത്രണത്തിലായിരുന്നു കോട്ട ഉണ്ടായിരുന്നത്. പിന്നീട് പഴശ്ശിയുടെ അനുയായികളും തലക്കൽ ചന്തുവിൻ്റെ നേതൃത്വത്തിൽ കുറിച്യാർ പടയൊക്കെ ചേർന്ന് ആക്രമിച്ച് ആ കോട്ട പൊളിച്ചു. അന്നത്തെ വയനാട് കലാപം പൊട്ടിപ്പുറപ്പെട്ട ചരിത്രപ്രധാനമായ സ്ഥലമാണ് ഈ പനമരം. ടൗണിൽ നിന്ന് വെറും ഒരു 500 മീറ്റർ ദൂരത്തിലാണ് ആ കോട്ട സ്ഥിതി ചെയ്യുന്നത്. നമുക്ക് അതിൻ്റെ അവശിഷ്ടങ്ങളൊക്കെ ഉണ്ടെന്ന് പറയുന്നിട്ടിരുന്നു. നമുക്ക് അവിടെ ഒന്ന് പോയി നോക്കാം. പനമരത്തെ പഴയ കോട്ടൻ്റെ അവശിഷ്ടങ്ങളൊക്കെ ഉണ്ടെന്ന് പറഞ്ഞ് അത് അന്വേഷിച്ച് നമ്മൾ വന്നാൽ എത്തിപ്പെടാ ഈ സ്കൂളിൻ്റെ അവിടെയാണ്. ഇവിടെയാണ് പണ്ട് ആ കോട്ട ഉണ്ടായിരുന്ന സ്ഥലം. ഇപ്പോൾ ഒന്നുമില്ല, അവിടെ ഒരു സ്കൂൾ മാത്രമേ ഉള്ളൂ. അതിൻ്റെ അവശിഷ്ടങ്ങളൊക്കെ ഉണ്ട് എന്നൊക്കെ പറയുന്നു, പക്ഷെ അതൊന്നും എവിടെയും കാണുന്നില്ല. ഇപ്പോൾ മാത്രമേ ഉള്ളൂ. ഈ സ്കൂളും പിന്നെ ഗവൺമെൻറ് സ്ഥാപനങ്ങളൊക്കെയാണ് അവിടെ പരിസരത്തൊക്കെ ഉള്ളത്. നമ്മളിനി പോകുന്നത് ഇവിടുത്തെ കുറച്ച് ഗ്രാമങ്ങളിലേക്കാണ്. അത് പ്രധാനമായും പനമരത്തിൻ്റെ പഴയകാല ചരിത്രവുമായി ബന്ധപ്പെട്ടുള്ള ഗ്രാമങ്ങളിലേക്കാണ്. വെണ്ണിയോട് എന്ന സ്ഥലമാണ് ലക്ഷ്യം. ഒരു 10 കിലോമീറ്ററോളം ദൂരമുണ്ട്. പണ്ട് പനമരം കോട്ട പൊളിക്കാൻ വേണ്ടി തലക്കൽ ചന്തു കുറിച്യാർ പടയുമായി പുറപ്പെട്ടു വന്നത് വെണ്ണിയോട് ഭാഗത്തു നിന്നാണ്. പോകുന്ന വഴികളിലുടനീളം കൃഷിയാണ്, കൂടുതലും നെൽപ്പാടങ്ങളാണ്. കൂടാതെ വാഴ, കവുങ്ങ് എന്നിങ്ങനെ പലതരം കൃഷികളുണ്ട്. പല ഭാഗത്തിലൂടെയും പുഴകൾ ഒഴുകുന്നുണ്ട്.
പോകുന്ന വഴിയിൽ കൊച്ചു കൊച്ചു അങ്ങാടികളോട് കൂടിയ ചെറിയ ഗ്രാമങ്ങളുണ്ട്. നീരട്ടാടി എന്നാണ് ഈ സ്ഥലത്തിൻ്റെ പേര്. കുറച്ച് കടകളും ഒക്കെയുള്ള ഒരു സ്ഥലം. ഇവിടെ കൂടുതൽ ഭാഗത്തും ഇപ്പോൾ വാഴക്കൃഷിൻ്റെ സീസണാണ്. പോകുന്ന വഴിയിലൊക്കെ ഇതുപോലെ വാഴ കൊല വെട്ടി ലോഡ് കയറ്റിക്കൊണ്ടിരിക്കുന്നത് കാണാൻ പറ്റും. ഒരുപാട് ഭാഗങ്ങളിൽ വാഴക്കൃഷി കാണാൻ പറ്റും ഇവിടെ. മഴയത്ത് വീഡിയോഗ്രാഫി നല്ല ഭംഗിയാണ്. പക്ഷേ ലെൻസിൽ നിന്ന് മഴത്തുള്ളി വീണ ഒരു പ്രശ്നം മാത്രമേ ഉള്ളൂ, കുറച്ച് ബുദ്ധിമുട്ട്. ഇപ്പം നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്ന ഈ റോഡിൻ്റെ വലതുഭാഗത്ത് ഒരു പുഴയുണ്ട്. ആ പുഴയോട് ചേർന്നുള്ളൊരു റോഡിലാണ് ഇപ്പോൾ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. മുളങ്കാടും മറ്റൊക്കെ ഉള്ളതുകൊണ്ട് നമുക്ക് കാണാൻ പറ്റില്ല. പനമരം ഭാഗത്ത് നമുക്ക് കൂടുതലായിട്ട് നമുക്ക് കാണാൻ പറ്റുന്ന മറ്റൊരു സംഭവമാണ് ഇവിടുത്തെ ഈ ചെങ്കൽ ചൂളകൾ. ചെങ്കല് ചുട്ടെടുക്കുന്ന ചൂളകളുള്ള സ്ഥലം, അതുപോലെ തന്നെ സിമെൻറ്റ് കല്ല് ഉൽപ്പാദിപ്പിക്കുന്ന സ്ഥലങ്ങളും ഒക്കെ ഉണ്ട്. കട്ടക്കളം, അതായത് പനമരത്ത് ചുറ്റിപ്പറ്റി ടൗണിനെ ചുറ്റിപ്പറ്റി തന്നെ ഒരുപാട് കട്ടക്കളങ്ങളുള്ള സ്ഥലങ്ങളൊക്കെ ഉണ്ട്. നമ്മൾ പോകുന്ന പോകുന്ന റൂട്ട് ശരിക്കൊരു പാടമുള്ള സ്ഥലമാണ്. പക്ഷേ കാലക്രമേണ ഇവിടെ പാടങ്ങളൊക്കെ പോയി ഇപ്പോൾ മറ്റുള്ള കൃഷികളിലേക്ക് വഴിമാറിയിരിക്കാനാണ് സാധ്യത. എന്തായാലും വയൽ പ്രദേശമാണ്. വീടുകളൊക്കെ വളരെ കുറവാണ്. അതായത് അടുത്തടുത്തുള്ള വീടുകൾ കുറവാണ്. ഈ റോഡിൻ്റെ പരിസരത്ത് എവിടെ അങ്ങനെ വീടുകൾ നമുക്ക് കാണാൻ പറ്റുന്നില്ല. പക്ഷേ ഈ റോഡിൻ്റെ സൈഡിൽ നിന്ന് അപ്പുറത്തേക്കൊക്കെ കുറച്ച് കുന്നും ചെറിയ ചെറിയ കുന്നുമേടുകളൊക്കെ ഉള്ള സ്ഥലങ്ങളുണ്ട്. അങ്ങനത്തെ സ്ഥലങ്ങളിലാണ് ഇവിടെ കൂടുതലായിട്ട് വീടുള്ളത്. പാടങ്ങളിൽ ഫുള്ളായിട്ട് കൃഷി തന്നെയാണ്. കൂടുതലായിട്ട് ഇവിടെ ആൾക്കാർ കൃഷി ചെയ്താണ് ഉപജീവനം എന്നുള്ളത് നമുക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും. പാടങ്ങളൊക്കെ ഉഴുതിട്ടിരിക്കുന്നതൊക്കെ കാണാൻ പറ്റും. ഇതൊക്കെ സ്ഥലങ്ങളൊക്കെ അടിപൊളിയായിട്ടുണ്ട്. പക്ഷെ മഴ നമുക്ക് ഒരു ഗ്യാപ്പ് തരുന്നില്ല. ഞാനിപ്പോൾ കുറച്ചും കൂടെ വന്നപ്പോൾ ഒരു ജംഗ്ഷനിലെത്തി. ഇവിടെ വണ്ടി ഒന്ന് സ്റ്റോപ്പ് ചെയ്തിരിക്കുന്നു. കട കടഞ്ഞു കിടക്കുകയാണ്. ഒരു അടിപൊളി ജംഗ്ഷൻ, അതായത് കുറേ വളവൊക്കെ ഞാൻ കാണിച്ചു തരാം അല്ലേ. ഞാൻ ആ റോട്ടിൽ നിന്നാണ് വന്നത്. ഇങ്ങോട്ട് പോകേണ്ടത് ആ വഴിക്കാണ്. പക്ഷെ ഇവിടെ അങ്ങനെ വന്നപ്പോൾ ഒരു വളവും ഒരു തിരിവൊക്കെ ആയിട്ടുള്ളൊരു സ്ഥലം. ചെറിയൊരു ജംഗ്ഷനാണ്. ഇവിടെ ചെറിയ 1-2 കടകളൊക്കെ ഉണ്ട്. പക്ഷെ കടകളൊക്കെ അടഞ്ഞാൽ കിടക്കുന്നത്. ഓക്കെ, നമ്മൾ ആ വഴിക്കാണ് പോണത്. എന്നാലും ഈ വഴിക്ക് വരുമ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ടത് റോഡൊക്കെ നന്നായിട്ടുണ്ട്. വളരെ നല്ല റോഡുകളാണ്. ഞാൻ പനമരത്തിന് ഇങ്ങോട്ട് പോകുന്ന വഴിക്കുള്ള റോഡുകൾ ഇതുവരെ വന്നതൊക്കെ നല്ല റോഡ് തന്നെയായിരുന്നു. ഇവിടെ അങ്ങോട്ടും അങ്ങനെ തന്നെ ആവാനാണ് സാധ്യത. പിന്നെ പ്രദേശങ്ങളൊക്കെ നല്ല ഗ്രീനിഷ് ആയിട്ടുണ്ട്. ഒരുപാട് കൃഷിയിടങ്ങളൊക്കെ ഉള്ള സ്ഥലമാണ്. ഇങ്ങനെ റൈഡ് ചെയ്ത് പോകാൻ നല്ല അടിപൊളിയായിരുന്നു. മഴ ഒന്ന് സ്ലോ ആയപ്പോൾ ഞാൻ അവിടുന്ന് കുറച്ചും കൂടെ മുമ്പോട്ട് വന്നിട്ട് ഞാനൊരു അടിപൊളി സ്ഥലത്ത് വണ്ടി നിർത്തി ഒരു കടലിൻ്റെ മുമ്പിൽ കയറി നിൽക്കുന്നത്. ഇവിടെയുള്ള കടകളെല്ലാം അടഞ്ഞു കിടക്കുന്നത്. ഗ്രാമപ്രദേശമായതുകൊണ്ട് ഉച്ച സമയത്തൊന്നും ഇവിടെ ആരും ഉണ്ടാവില്ല. എല്ലാവരും വീട്ടിലായിരിക്കും. പിന്നെ വൈകുന്നേരം സമയത്തായിരിക്കും കട തുറക്കാൻ തോന്നുന്നത്. പക്ഷെ ഞാൻ നിർത്തിയൊരു സ്ഥലം എന്തായാലും ഒരു അടിപൊളി സ്ഥലമായിരുന്നു. ഞാൻ ഇവിടെ വന്ന് നിർത്തിയിട്ട് ഇറങ്ങിയിട്ട് തിരിഞ്ഞു നോക്കിയപ്പോഴാണ് ഞാൻ കാഴ്ച കണ്ടത്. ഇവിടെ ഒരു ക്ഷേത്രമുണ്ട്. അതിന് മുമ്പിൽ ബാക്കിലൊരു മല, പിന്നെ മഞ്ഞൊക്കെ മൂടിക്കിടക്കുന്നു. നല്ല രസം കാണാൻ. ഇത് എച്ചോം എന്നാണ് ഈ സ്ഥലത്തിൻ്റെ പേര്. ശ്രീ എച്ചോം ശിവക്ഷേത്രം എന്ന് പറഞ്ഞിട്ടൊരു ബോർഡ് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതൊരു ശിവക്ഷേത്രമാണ്. ഒരു ആൽമരം, അതിൻ്റെ ഇടയിൽ ഒരു ആൽത്തറയൊക്കെ ഉണ്ട്. അടിപൊളി ഫ്രെയിമാണ് ഇവിടെ. ഞാനിപ്പോൾ ഇങ്ങനെ വന്നപ്പോൾ അപ്രതീക്ഷിതമായിട്ട് ഇവിടെ നിർത്തിയതാണ്. നിർത്തിയതിൻ്റെ ശേഷം ഞാൻ തിരിഞ്ഞു നോക്കിയപ്പോഴാണ് ഇങ്ങനെ ഈ ക്ഷേത്രം കണ്ടത്. ഈ ക്ഷേത്രത്തിൻ്റെ ബാക്ക്ഗ്രൗണ്ടിലൊരു മലയാണുള്ളത്. ആ മലയാണെങ്കിൽ ഇപ്പോൾ മഴ പെയ്തതിന് ശേഷം മഞ്ഞൊക്കെ മൂടി ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പോൾ അതൊരു ഫ്രെയിം നമുക്ക് നല്ല ഒരു ഭംഗിയായിട്ട് കിട്ടുന്നുണ്ട്. കാരണം ഇവിടെ വേറെ ആൾക്കാരോ ഒന്നും കാണുന്നൊന്നുമില്ല. ഇവിടെ ആളെ ഞാൻ ഇതുവരെ വന്നിട്ട് കുറച്ച് നേരം ഞാനിവിടെ സമയം ചിലവഴിച്ചു. പക്ഷെ ഇതുവരെ ആരും കണ്ടൊന്നുമില്ല. പക്ഷെ വണ്ടികൾ റോട്ടിലൂടെ അങ്ങനെ പാസ്സായി പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. ആൾക്കാരൊക്കെ വളരെ കുറവാന്ന് തോന്നുന്നു.
വണ്ടികളൊക്കെ വരുന്നുണ്ട്, ഓട്ടോറിക്ഷകളൊക്കെ ഇങ്ങനെ പാസ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ബസ് ഞാൻ ഇതുവരെ കണ്ടില്ല. ബസ് റൂട്ടായിരിക്കാൻ തന്നെയാണ് സാധ്യത. ബസ് ഇതിലൂടെ എന്തായാലും പോകാൻ സാധ്യതയുണ്ട്. അവിടെ ഒരു ഓടിട്ട വീടും അതിൻ്റെ അപ്പുറത്ത് ചെറിയൊരു ഓടിട്ട കടയും ഉണ്ട്. വേറെ ഒന്നും ഞാൻ അവിടെ കണ്ടില്ല. നമുക്ക് ഏതായാലും മുന്നോട്ട് നീങ്ങാം. ഞാൻ വെണ്ണിയോട് എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് പോകാനുള്ള റോട്ടിലേക്ക് കയറി മെയിൻ റോഡിൽ നിന്ന്. പിന്നെ അവിടെ നിന്ന് അങ്ങോട്ട് ഇങ്ങനെയുള്ള റോഡാണ്. പിന്നെ ചുറ്റുഭാഗം വീടുകളൊന്നുമില്ല, അധികം കൃഷിയിടങ്ങളാണ് കൂടുതലായിട്ടുള്ളത്. ഇവിടെ ഒരു കുളം എന്തോ ഉണ്ടായിരുന്നതിൻ്റെ ഒരു അടയാളം കാണുന്നുണ്ട്. ഒരു കൈവരി വേലി കെട്ടിയിട്ടുണ്ട്, അതിൻ്റെ അപ്പുറത്തൊരു ചെറിയ കുളം കാണാം. പിന്നെ ദൂരേക്ക് നോക്കി കഴിഞ്ഞാൽ കുറേ കൃഷി സ്ഥലങ്ങളുണ്ട്. അവിടെ ഒരു 2 പേര് എന്തോ കളച്ചുകൊണ്ടിരിക്കുന്ന കാണുന്നുണ്ട്. വേറെ ഞാനിവിടെ ആരെയും കണ്ടില്ല. അതല്ലേ 2 പേര് നിന്ന് കളക്കുന്നു. റോഡ് സൈഡിൽ തന്നെ ഒരു കുളമുണ്ട്. അതായത് ഒക്കെ അടഞ്ഞിടക്കാണ്, എന്നാലും ഒരു പഴയ കുളമാണ്. നമുക്ക് ഒറ്റ നോട്ടത്തിൽ മനസ്സിലാവും. അതിലേക്ക് റോഡിൽ നിന്ന് ഉള്ളൊരു സേഫ്റ്റിക്ക് വേണ്ടിയിട്ടൊരു ഇരുമ്പ് വേലിയൊക്കെ നിർമ്മിച്ചിട്ടുണ്ട്. ഇവിടുന്ന് ഉള്ളിലേക്കൊക്കെ ചെറിയ വഴികളൊക്കെ പോകുന്നുണ്ട്. നമുക്ക് കുറച്ച് ദൂരം ഉള്ളിലേക്കൊക്കെ പോയി നോക്കാം. പക്ഷെ വീടുകൾ അടുത്തില്ല. ഞാൻ വീടുകൾ കാണുന്നത് ഒരുപാട് വിട്ടുവിട്ടാണ് വീടുകളുള്ളത്. കാരണം ഇവിടുത്തെ ഒരു വീടിന് തന്നെ, അവർ ഉടമസ്ഥതയിലുള്ള ഒരു വീട്ടിൽ തന്നെ ഒരുപാട് കൃഷിയിടങ്ങളുണ്ടാകും. പിന്നെ ആ പറമ്പൊക്കെ കഴിഞ്ഞിട്ടായിരിക്കും അടുത്ത കൃഷി. ഇതിൻ്റെ അകത്തേക്കൊക്കെ വന്നു കഴിഞ്ഞാൽ മൊത്തം ഇങ്ങനെ കിടക്കുക, പറമ്പായി കിടക്കുകയാണ്. അതിൽ കുറേ ഭാഗത്ത് കൃഷിയുണ്ട്, കുറേ ഭാഗത്ത് കാട്ടുമരങ്ങളും ചെടികളും ഒക്കെ ആയിട്ട് അങ്ങനെ ഉണ്ട്. അപ്പോൾ ഇതിനപ്പുറത്തേക്ക് വാഴക്കൃഷിയൊക്കെ കാണുന്നുണ്ട്. എന്തായാലും ആളൊഴിഞ്ഞ് കിടക്കുന്ന ഒരു സ്ഥലമാണ്. നമുക്കെന്തായാലും തിരിച്ച് നടക്കാം. പോകുന്ന വഴികളിലൊക്കെ നമുക്കോരോ കാഴ്ചകളുണ്ട്. ഞാൻ കുറച്ചിങ്ങോട്ട് വന്നപ്പോഴേ ഒരു ചെറിയൊരു അതായത് കവുങ്ങൊക്കെ ഉള്ളൊരു പാടം, അതിൻ്റെ തൊട്ട് മുമ്പിൽ ഒരു കുളം പോലെ കണ്ടു. കുളം തന്നെയാണോ എന്നറിയാൻ വേണ്ടി പോവാണ്. കുളം തന്നെയാണ്, പക്ഷെ എന്താ സംഭവം എന്നറിയില്ല. മീൻ വളർത്തലോ മറ്റോ ഉണ്ടോ എന്നുള്ളത് അറിയില്ല. ചെറിയ ഇടുങ്ങിയ റോഡാണ് ഇതിലൂടെ പോകുന്നത്. ഒരു കുളം. എന്തുകൊണ്ടാണെന്നറിയില്ല. അവിടെ ചെറിയൊരു ഷെഡൊക്കെ കാണുന്നു, നെറ്റൊക്കെ അടിച്ചിട്ടൊരു ഷെഡൊക്കെ ഉണ്ട്. 2 ഷെഡ് ഒക്കെ ഉണ്ട്. ഏതായാലും ഈ വീഡിയോ ഈ പ്രദേശത്തുകാർ ആരെങ്കിലും ഒക്കെ കാണുവാണെങ്കിൽ കമൻസിൽ അതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽസ് തരും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. നമുക്ക് വിടാം. ഇങ്ങനെ നോക്കിയാൽ നല്ല അടിപൊളി റൂട്ടാണ് ഞാൻ വന്നുകൊണ്ടിരിക്കുന്ന റൂട്ട്. വെണ്ണൂർക്ക് ഇനി എത്തിയില്ല, ഇനി ഒരു 2-3 കിലോമീറ്റർ ഉള്ളൂ. ഇപ്പം ഞാൻ എത്തിയിരിക്കുന്ന സ്ഥലം കുറുമ്പാലക്കോട്ട എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഞാനിപ്പോൾ എത്തിയത്. ഒരു ചെറിയൊരു ജംഗ്ഷൻ കണ്ടിലൂടെ. ഇവിടുന്ന് റോഡ് തിരിഞ്ഞ് പോകുന്നു, 3 കൂടുന്ന ഒരു ജംഗ്ഷന്. നമ്മൾ പോകേണ്ട റൂട്ട് അങ്ങോട്ടാണ്. ഓക്കെ, വന്നത് ഇപ്പുറത്തെ റൂട്ടിൽ നിന്നാണ് വന്നത്. ആക്ച്വലി കുറുമ്പാലക്കോട്ട എന്ന് പറഞ്ഞാൽ അത് ഒരു മലയാണ്. അല്ലെങ്കിൽ പുറകിൽ കാണേണ്ട ആ മലേൻ്റെ മുകളിൽ നല്ലൊരു വ്യൂ പോയിൻ്റാണ്. ഞാൻ പോയിട്ടില്ല ഇതുവരെ. ഫ്ലക്സൊക്കെ വെച്ചിരിക്കുന്നുണ്ടോ, വേൾഡ് കപ്പിൻ്റെ ആരവങ്ങൾ തുടങ്ങി. ബ്രസീലിൻ്റെ ഫ്ലക്സോടെ എത്തിയിട്ടുണ്ട്. ഇനിയിപ്പോൾ അർജൻറ്റീന വരും, എല്ലാ ടീമുകളുടെയും വരും. ഇവിടെ ചെറിയൊരു ബസ് വെയിറ്റിംഗ് ഷെഡൊക്കെ ഉണ്ട്. അപ്പോൾ അവിടുന്ന് കൽപ്പറ്റ ഭാഗത്തുനിന്ന് ബസ് ഒന്ന് തിരിഞ്ഞ് പോകുന്ന സ്ഥലമാണിത്, ഈ കുറുമ്പാലക്കോട്ട എന്ന് പറയുന്നത്. ശരിക്കും ഈ കുറുമ്പാലക്കോട്ട എന്ന് പറഞ്ഞ സ്ഥലം ഇതാണ്. പക്ഷേ കുറുമ്പാലക്കോട്ട വ്യൂ പോയിൻ്റ് എന്ന് പറയുന്നത് ഇവിടെ തൊട്ട് മുകളിൽ കാണുന്ന ആ വ്യൂ പോയിൻ്റാണ്. പക്ഷെ അതിപ്പോൾ ഇരിക്കുന്നത് പനമരം പഞ്ചായത്തിലാണ്. ഇത് ഈ കുറുമ്പാലക്കോട്ട എന്ന സ്ഥലം ഇരിക്കുന്നത് കോട്ടത്തറ എന്നുള്ള ഒരു പഞ്ചായത്തിലാണ്. കുറുമ്പാലക്കോട്ട മാപ്പ് അടിച്ചാൽ നമുക്ക് നേരെ കാണിക്കുന്നത് ഇവിടെ നമ്മൾ വന്ന വഴിക്ക് എച്ചോ എന്ന് പറഞ്ഞ സ്ഥലമുണ്ടല്ലോ, അവിടെ നിന്നാണ് ഇപ്പോൾ പുതിയ റോഡ് ഈ കുറുമ്പാലക്കോട്ടയ്ക്കുള്ളത്. അപ്പോൾ വഴി ഗൂഗിളൊക്കെ അതിലേ കാണിക്കുള്ളൂ. പക്ഷേ യഥാർത്ഥത്തിൽ കുറുമ്പാലക്കോട്ട ഇപ്പോൾ ഞാൻ നിൽക്കുന്ന ഈ സ്ഥലമാണ്. പനമരം പഞ്ചായത്തിലാണ് ഇപ്പോൾ ഉള്ള വ്യൂ പോയിൻ്റ് ഉള്ളത്. ഇങ്ങോട്ട് കോട്ടത്തറ പഞ്ചായത്ത്, അങ്ങനെ 2 പഞ്ചായത്തിലായിട്ട് നിൽക്കുന്നു. അപ്പോൾ ആ വ്യൂ പോയിൻ്റ് വിട്ടിരിക്കുന്നത് പനമരം പഞ്ചായത്തിലാണ്. അപ്പോൾ ഇവിടെ ഒരുപാട് ചരിത്ര പ്രാധാന്യമുള്ള സ്ഥലങ്ങളാണ്. ഇപ്പോൾ ഇവിടെ നിന്ന് അങ്ങോട്ട് മുമ്പോട്ട് പോയി കഴിഞ്ഞാൽ പിന്നെ ഒരുപാട് പുഴയും പാടങ്ങളും ഒക്കെയുള്ള സ്ഥലങ്ങളാണ്. അപ്പോൾ പണ്ട് യുദ്ധങ്ങളും മറ്റൊക്കെ നടന്നിരുന്ന സമയത്തൊക്കെ, അതായത് പഴശ്ശിയുടെ സമയത്തൊക്കെ കാലാൾപ്പടയൊക്കെ നടന്നു വന്ന വഴികളൊക്കെ അവിടെ വെണ്ണൂർ എന്ന് പറഞ്ഞ സ്ഥലത്താണ്. അപ്പോൾ നമുക്ക് അവിടേക്ക് ഒന്ന് പോവാം.
അപ്പോൾ ശരിക്കും നല്ല മഴയൊക്കെ പിടിച്ച സീസണിൽ വരുവാണെങ്കിൽ ഈ ഭാഗത്ത് ഒരുപാട് പുഴകളുണ്ട്. അപ്പോൾ അപ്പുറത്തേക്ക് കബനീൻ്റെ ഒരുപാട് കൈവരികളൊക്കെ ഉണ്ട്. ഇതെല്ലാം വെള്ളം കയറി കഴിഞ്ഞാൽ ഇതിൻ്റെ മുകളിൽ കയറി കഴിഞ്ഞാൽ രണ്ട് ഭാഗത്തേക്കുള്ള ഇതും കാണാൻ പറ്റും. കാണാൻ വേണ്ടിയാണ് കൂടുതൽ ആൾക്കാർ വരുന്നത്. ആദ്യം ഈ വ്യൂ പോയിന്റിലേക്ക് പോകുന്ന റോഡാണ് ആ കാണുന്നത്. അപ്പോൾ ആ റോഡ് ക്ലോസ് ആണ്. അതുവഴി പോയി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ റോഡ് അവസാനിക്കുക ഒരു ക്ഷേത്രം ഉണ്ട് അവിടെ, അതുവരെയുള്ള ആ റോഡ്. അതിൻ്റെ അപ്പുറത്തേക്ക് പിന്നെ വഴി ഒക്കെ മൂടിപ്പോയി എന്നാണ് പറഞ്ഞത്. അതുവഴി നടന്നു പോയിട്ട് ആ വ്യൂ പോയിന്റിലേക്ക് എത്താൻ പറ്റും. പക്ഷേ ഇപ്പോൾ റോഡ് അപ്പുറത്തോട്ടുള്ളതുകൊണ്ട് വണ്ടികളൊക്കെ നേരിട്ട് അപ്പുറത്തേക്ക് ചെല്ലാൻ പറ്റും. ഏതായാലും നമുക്ക് പിന്നീടൊരു അവസരത്തിൽ ആ കുറുമ്പാലക്കോട്ട നമുക്ക് എക്സ്പ്ലോർ ചെയ്യാം. അതുകൊണ്ട് റബ്ബർ തോട്ടങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നമുക്ക് ഇനി നേരെ മുമ്പോട്ടെടുക്കാം. ഓക്കെ, ഇവിടെ സ്ഥലം നല്ല അടിപൊളിയായിട്ടുണ്ട്. ആ കാണുന്ന ആ ഒരു കടകൾ 2 കടകൾ മാത്രമേ ഉള്ളൂ. പിന്നെ ഇപ്പുറത്തും ഒരു 2-3 കടകളുണ്ട്. ഇവിടുത്തെ ഒരു മാടക്കട കണ്ടോ, ചെറിയൊരു കടയാണ്, പഴയ കാലത്തെ കട പോലെ ഇപ്പോഴും അതേപോലെ ഉണ്ട്. ഇതിപ്പോൾ ഉള്ളതാണെന്ന് എനിക്കറിയില്ല. ഉള്ളതായിരിക്കാനാണ് സാധ്യത. കസേരയൊക്കെ ഇട്ടിരിക്കുന്നുണ്ട്, കസേരയൊക്കെ ഉണ്ട്. വൈകുന്നേരം സമയത്ത് ചിലപ്പോൾ ആളൊക്കെ വരുന്നതായിരിക്കും, തുറക്കുന്നതായിരിക്കും എന്നൊക്കെ വിചാരിക്കുന്നു. ഓക്കെ, നമ്മളങ്ങനെ വെണ്ണിയോട് എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് അടുത്തു. ഇവിടെ ചെറിയൊരു പാടം, ഒരു ഫുട്ബോൾ ഗ്രൗണ്ടും, ഇവിടെ ഒരു റോഡൊക്കെ പോകുന്നുണ്ട്. ഈ റോഡ് പക്ഷേ എൻ്റെ അടുത്ത് ഞാൻ അവിടെ നിന്ന് കണ്ടിരുന്ന ഒരാളിനോട് പറഞ്ഞിരുന്നു, പടവെട്ടി എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് ഇവിടുന്ന് ഒരു റോഡ് തിരിഞ്ഞു പോകുന്നുണ്ടെന്ന്. ഒരു പക്ഷേ ആ റോഡായിരിക്കും അത്. പടവെട്ടി എന്ന് പറയാൻ കാരണം ഇവിടെ നിന്നാണ്, ഈ വെണ്ണിയോട് എന്ന് പറഞ്ഞ സ്ഥലത്ത് നിന്നാണ് മുമ്പ്, അതായത് പഴശ്ശിയുടെ കാലത്ത് കുറിച്യാർപ്പടയൊക്കെ പുറപ്പെട്ടു പോയത്, പടവെട്ടിയതൊക്കെ. അങ്ങനെ പല ചരിത്രങ്ങളും അതിൻ്റെ പിന്നിലുണ്ടാവുമായിരിക്കാം. അങ്ങനെയൊക്കെ ആ പടവെട്ടി എന്നുള്ളൊരു സ്ഥലം അതിൻ്റെ പരിസരത്തുണ്ട്. നമ്മളതും കഴിഞ്ഞ് ഇവിടുന്ന് നേരെ വെണ്ണിയോട് എന്ന് പറഞ്ഞ ആ ഗ്രാമത്തിലേക്ക് അടുത്തുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ റോഡ് സൈഡിൽ കാണുന്നൊരു കടയാണ്. അത്യാവശ്യം ചെറിയ പലചരക്കും മിഠായി മറ്റൊക്കെ വിൽക്കുന്നൊരു കട. ഇതിന് മുമ്പിലൊരു പാലം കാണാം. ഇതൊരു പുഴയ്ക്ക് കുറുകെയുള്ള പാലമാണ്. കാരണം വെണ്ണിയോട് എന്ന് പറഞ്ഞ സ്ഥലത്ത് മൊത്തം 2 പുഴകളുണ്ട്. അതിലൊരു പുഴൻ്റെ കുറുകെയുള്ള പാലത്തിലാണ് നമ്മളിപ്പോൾ പോകുന്നത്. പാലം കടന്നു കഴിഞ്ഞ ഉടനെ തന്നെ മറ്റൊരു കട കൂടെ കണ്ടില്ലേ, ആളൊഴിഞ്ഞ സ്ഥലത്തൊരു കട. റോഡിൻ്റെ ഒരു ഭാഗത്തേക്ക് മൊത്തം പാടങ്ങളാണ്, അതിൻ്റെ അപ്പുറത്തേക്ക് കുറച്ച് വീടുകളൊക്കെ കാണാൻ പറ്റുന്നുണ്ട്. നേരെ മുമ്പോട്ട് പോയി കഴിഞ്ഞാൽ വെണ്ണിയോട് എന്ന് പറഞ്ഞ ആ ഒരു ചെറിയ അങ്ങാടിയിലേക്ക് നമ്മൾ പ്രവേശിക്കാൻ പോവാണ്. വെണ്ണിയോട് എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് പനമരത്തിന് ഏകദേശം ഒരു 10 കിലോമീറ്റർ ഉള്ളൂ. അതായത് ഒരു 15 to 20 മിനിറ്റ് സമയം വേണ്ടുള്ളൂ ഇങ്ങോട്ട് യാത്ര ചെയ്യാനായിട്ട്. പക്ഷെ ഞാനിപ്പോൾ ഇവിടെ എത്തുമ്പോഴത്തേക്ക് ഏകദേശം ഒരു 2.5-3 മണിക്കൂറോളം ആവാനായി. കാരണം നമ്മൾ വഴിയിൽ കണ്ട എല്ലാ സ്ഥലങ്ങളിലും ഇറങ്ങി വീഡിയോ ഒക്കെ എടുത്ത് അവസാനമാണ് ഇപ്പോൾ നമ്മൾ വൈകുന്നേരം ഒരു സമയം 4:30 കഴിഞ്ഞു. ആ സമയമാകുമ്പോഴാണ് ഇപ്പം നമ്മൾ വെണ്ണിയോട് എന്ന് പറഞ്ഞ സ്ഥലത്ത് എത്തിച്ചേരുന്നത്. അങ്ങനെ നമ്മൾ വെണ്ണിയോട് എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് എത്തി. ഒരു 3 കൂടുന്ന ജംഗ്ഷൻ, അതായത് ഇവിടുന്ന് 2-3 റോഡ് പോകുന്നുണ്ട്. ഒന്ന് നമ്മൾ വന്ന വഴി, ഒന്ന് കൽപ്പറ്റ ഭാഗത്തേക്ക് പോകുന്നത്, ഒന്ന് പടിഞ്ഞാറത്തറ ഭാഗത്തേക്ക് പോകുന്ന 3 റോഡും കൂടിച്ചേരുന്ന ഒരു സ്ഥലം. ഏകദേശം ഒരു നാട്ടിൻ പുറത്തുള്ള ഒരു അങ്ങാടിക്ക് വേണ്ട എല്ലാ സവിശേഷതകളും ഒറ്റ കാഴ്ചയിൽ തന്നെ നമുക്ക് ഉണ്ട് എന്നുള്ളത് മനസ്സിലാവുന്നുണ്ട്. ഇത്തരത്തിലൊരു ഗ്രാമം, ഒരു അങ്ങാടി. നമ്മൾ ഇന്നത്തെ ഡെസ്റ്റിനേഷൻ്റെ അവസാനത്തെ പോയിന്റിൽ നമ്മൾ എത്തി. ഇതാണ് വെണ്ണിയോട് എന്ന് പറഞ്ഞ സ്ഥലം. ഇത് ചെറിയൊരു 3 കൂടിയ ഒരു ജംഗ്ഷനാണ്. 3 ഭാഗത്തേക്ക് ഒരു റോഡ് തിരിഞ്ഞ് പോകുന്നുണ്ട്. പിന്നെ ഇതിൻ്റെ 2 സൈഡിലായിട്ട് അപ്പുറത്തെ ഭാഗത്തും ഇപ്പുറത്തെ ഭാഗത്തും 2 പുഴകൾ ഒഴുകുന്നുണ്ട്. അതായത് വലിയ പുഴ, ചെറിയ പുഴ എന്നിട്ട് 2 പുഴകൾ ഒഴുകുന്നുണ്ട്.
പിന്നെ ഒരുപാട് നെൽപ്പാടങ്ങളാണുള്ളത്, ഒരുപാട് കർഷകരൊക്കെ ഉള്ള സ്ഥലമാണ്. പിന്നെ ഇവിടെ മുമ്പ് പഴയ കാലത്ത് യുദ്ധം നടന്ന സമയത്തൊക്കെ പടവെട്ടും മറ്റൊക്കെ നടന്ന സ്ഥലമുണ്ട്. ഇവിടെ പടവെട്ടി എന്ന സ്ഥലത്തിൻ്റെ പേര് തന്നെ. അത് ഇവിടുന്ന് കുറച്ച് ദൂരം അപ്പുറത്തേക്ക് പോയി കഴിഞ്ഞാൽ ചെറിയൊരു ഗ്രാമപ്രദേശമുണ്ട്. അവിടെ വെച്ചാണ് പഴയ കഥകളൊക്കെ നടന്ന സംഭവങ്ങളൊക്കെ. അതിൻ്റെ പശ്ചാത്തലത്തിലാണ് ആ പേര്, അതിന് അങ്ങനെ പടവെട്ടി എന്നുള്ളൊരു പേരൊക്കെ വന്നിട്ടുള്ളത്. പിന്നെ ഇവിടുന്ന് ഒരുപാട് പ്രൈവറ്റ് KSRTC ബസ് സർവീസുകളൊക്കെ ഉണ്ട്. കൽപ്പറ്റയ്ക്ക് പോകാം, മാനന്തവാടിക്കൊക്കെ പോകാൻ പറ്റും. വെണ്ണിയോട് വഴി ഒഴുകുന്ന ഒരു പുഴ. ഇത് വലിയ പുഴയാണോ ചെറിയ പുഴയാണോ എന്ന് എനിക്കറിയില്ല. 2 പേരിലാണ് ഇവിടെ പുഴകൾ അറിയപ്പെടുന്നത്, വലിയ പുഴ ചെറിയ പുഴ എന്ന് പറഞ്ഞിട്ട്. ഇവിടെ വലിയ കൺസ്ട്രക്ഷനൊക്കെ നടക്കുന്നുണ്ട്. റോഡിനോട് ചേർന്നാണ് ഇരിക്കുന്നത്. അപ്പോൾ ഒരു റിവീറ്റ്മെൻറ്റ് മുതൽ കെട്ടിക്കൊണ്ടിരിക്കുന്നതിൻ്റെ പണി നടന്നുകൊണ്ടിരിക്കുന്നു. അപ്പുറത്തേക്ക് ഒരു മുളങ്കാടാണ്, അവിടെ പാലമുണ്ട്. അപ്പുറത്ത് പാലമുണ്ട്, വണ്ടി കടന്നു പോകുന്ന സ്ഥലമാണ്. ഓക്കെ, ഇതിങ്ങനെ പടിഞ്ഞാറത്തറയ്ക്ക് പോകുന്ന റോഡാണ് ഈ റോഡ്. പിന്നെ വെണ്ണിയോടിൻ്റെ പ്രധാനപ്പെട്ട കാഴ്ച എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടുത്തെ നെൽപ്പാടങ്ങളാണ്. ഒരുപാട് നെൽപ്പാടങ്ങളുള്ള പാടശേഖരങ്ങളുള്ള പ്രദേശങ്ങൾ ഒരുപാടുണ്ട്. അതൊക്കെയാണ് ഇവിടുത്തത്. പിന്നെ പുഴ ഒഴുകുന്നു അങ്ങോട്ട്. ഇതുപോലെ ഒരുപാട് ഭാഗമുണ്ട് കേട്ടോ, നെൽപ്പാടങ്ങളുള്ള ഒരുപാട് സ്ഥലങ്ങൾ ഇവിടെ ഉണ്ട്. അങ്ങനെ തലക്കൽ ചന്തുവിൻ്റെ നേതൃത്വത്തിൽ കുറിച്യാർപ്പട പനമരം കോട്ട പൊളിക്കാൻ പോയ ആ സൈന്യം പുറപ്പെട്ട സ്ഥലം, വെണ്ണിയോട് എന്ന് പറഞ്ഞ സ്ഥലം, അവിടെ എത്തി നിൽക്കുകയാണ്. അപ്പോൾ ഞാൻ ഇപ്പോൾ ആ ചരിത്രപ്രധാനമായ ആ പാടശേഖരങ്ങളൊക്കെ ഉള്ള ആ വെണ്ണിയോട് എന്ന് പറഞ്ഞ സ്ഥലത്ത് വെച്ചിട്ട് ഞാനിപ്പോൾ വീഡിയോ ഇവിടെ വെച്ച് നിർത്തുകയാണ് ഗൈസ്. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ നമുക്ക് പുതിയൊരു സ്ഥലം, പുതിയൊരു സബ്ജക്റ്റായിട്ട് വീണ്ടും കണ്ടുമുട്ടാം. ഓക്കെ, അതുവരേക്കും ബൈ.